അപ്പോൾ എല്ലാവർക്കും വെൽക്കം കേട്ടോ. ഇന്ന് നമുക്ക് ഒരു തേങ്ങ ചതച്ചിട്ട മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാനൊരു ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഒരു നുള്ള് ഉലുവ കൊടുത്തു. ഉലുവ പൊട്ടിയപ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും കുറച്ച് റെഡിയായപ്പോൾ ഞാൻ അതിലേക്ക് എന്തിട്ട് കൊടുത്തു? നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ഞാൻ അതിലൊരു ഇഞ്ചി ചതച്ചിടും. ഇഞ്ചി ചതച്ചിട്ട് ഇളക്കിയിട്ട് കുറച്ച് പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ കുറച്ച് തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി വന്നു. അപ്പോൾ ഒരു പരുവത്തിലായി വന്നപ്പോൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് ആരുടെയാണ്? നമ്മുടെ മഞ്ഞൾപ്പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിലൊന്ന് ഇളക്കി സെറ്റാക്കി കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്തിടാൻ പോണെന്ന് അറിയുമോ? നമ്മുടെ മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി. അടുത്തത് മല്ലിപ്പൊടി ഇട്ട് സെറ്റാക്കി കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താ? പുളിവെള്ളം പിഴിഞ്ഞു. പുളിവെള്ളം ഞാൻ എപ്പോഴും ഈ പാത്രത്തിൽ തന്നെ ഇട്ടേക്കാറ്. പുളിവെള്ളം പിഴിഞ്ഞു. അത് മസാലയൊക്കെ ആക്കി പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ കാണാൻ തിളച്ച് വരുന്നുണ്ട് സാധനം. തിളച്ച് വിടുമ്പോൾ അതിൽ മീൻ കഷ്ണങ്ങൾ ഇട്ടു കേട്ടോ. മുറിച്ച് വെച്ച മത്തി കഷ്ണങ്ങളാണ്. അപ്പോൾ എൻ്റെ അമ്മമ്മ പറയാണ്ട് ശരിക്കും മത്തി, അതായത് മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ ഞാൻ ഇളക്കും കേട്ടോ. അപ്പോൾ അപ്പുറത്ത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അത് വറുത്തെടുത്തു. നല്ല ചുവന്ന കളർ എടുത്തു. അത് എന്താ പറയുക, ചട്ടിയിൽ ടിങ് ഒച്ച കേൾക്കണം എന്നാണ് പറയുക. അങ്ങനെ വറുത്തെടുക്കണം. പക്ഷെ എൻ്റെ അതൊന്നും കേട്ടിട്ടില്ല. അതിലും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് അതും വറുത്തെടുത്തു. അപ്പം ഞാൻ മിക്സിയിൽ അരച്ചിട്ടില്ല, ചതച്ചിടുക കേട്ടോ ചെയ്തത്. ചതച്ചു. അത് കൂട്ടാനിക്ക് ഒഴിച്ചു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ, മറ്റേ കടുകൊക്കെ വറുത്തിടുന്ന പാത്രമാണത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും 2 പാട് ചെറിയ ഉള്ളിയും എന്താ പറയുക, വെളുത്തുള്ളിയും 1-2 വെളുത്തുള്ളിൻ്റെ അല്ലിയും കരിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വാട്ടിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് വാട്ടിയിട്ട് ഈ കൂട്ടാനിക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല സ്മെല്ല് വരും ഒഴിച്ച് ഇതിടുമ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് അപ്പം എന്താ ചെയ്യുക, അതിൽ മസാല ഇങ്ങനെ കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ചൂട് ചട്ടിയല്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം മീൻ കറിക്ക് ഒഴിച്ചു. പിന്നെ ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടു. വേണമെങ്കിൽ ഇടാം. നോക്കി ഞാൻ കുറച്ച് ഇട്ടിട്ട് കേട്ടോ. അതിൽ വീഡിയോയിലില്ല തോന്നുന്നു. അതിട്ടു. ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടു. ഇനി നന്നായിട്ട് തിളച്ച് കറിയെല്ലാം റെഡിയായി. അപ്പം നമ്മുടെ അങ്ങനെ തേങ്ങ ചതച്ചിട്ട് മീൻ കറി റെഡി.